നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 25 ചൊവ്വാഴ്ചയാണ്. ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിലാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. FIS വീണ്ടും ബൈയിങ്ങിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. ഈ വർഷം മികച്ച പ്രകടനമാണ് കറൻസി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ തുടർച്ചയായ 6ാമത്തെ ദിവസവും നേട്ടം നിലനിർത്തിയിരിക്കുകയാണ് ഇന്ത്യൻ വിപണി. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 50 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്നാണ്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് US-ലെ 3 മാർക്കറ്റുകളും ശക്തമായി ഉയരുകയുണ്ടായി. S&P 500 1.76% ഉയർന്നു. നാസ്ഡാക്ക് 2.27%, ഡൗ ജോൺസ് 1.42% ഉയർന്നു. സ്റ്റോക്കുകളിലേക്ക് വന്നാൽ എൻവിഡിയ 3% നേട്ടമുണ്ടാക്കി. AMD 7%, ചിപ്പ് ഓഹരികൾ 3% ഉയർന്നു. ടെസ്ല 12% നേട്ടമുണ്ടാക്കി. ഇന്നലത്തെ റാലിയോടെ നിക്ഷേപകർക്ക് ചെറിയൊരു ആശ്വാസം ലഭിച്ചിട്ടുണ്ടാകും. താരിഫ് കാരണമുള്ള വളർച്ച, പണപ്പെരുപ്പം, ലാഭം എന്നിവയിൽ അവയുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇനി ഇന്നലത്തെ S&P 500ലേക്ക് വന്നാൽ 11 സെക്ടറുകളും നേട്ടത്തിൽ തന്നെയായിരുന്നു. കൺസ്യൂമർ ഡിസ്ക്രിഷണറിയാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 4.07% ഉയർന്നു. കമ്മ്യൂണിക്കേഷൻ സർവീസസ് 2.1% നേട്ടവുമുണ്ടാക്കി. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 1.47% ഉയർന്നു. വിപ്രോ 3.30% ഉയർന്നത്. ICICI ബാങ്ക് 1.25% ഉയർന്നു. HDFC ബാങ്ക് 1.98% നേട്ടവുമുണ്ടാക്കി. ഏതായാലും ഇതിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് വിപ്രോ തന്നെയായിരുന്നു. വിപ്രോ ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഇന്നലെ നേട്ടമുണ്ടാക്കി. യൂറോപ്യൻ വിപണിയിലേക്ക് വന്നാൽ യൂറോപ്യൻ വിപണി ഇന്നലെ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.6% ഒരു ഇടിവുണ്ടാക്കി. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 65,720 രൂപയുമാണ്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ സെബിയുടെ ബോർഡ് മീറ്റിംഗ് ഇന്നലെ അവസാനിച്ചിരുന്നു. FISന്റെ നോംസിൽ ചെറിയ ഇളവുകൾ വരുത്തിയത് വളരെ പോസിറ്റീവായി തന്നെ കാണേണ്ട ഒരു വാർത്തയാണ്. കൂടുതൽ വിശദമായിട്ടുള്ള വാർത്ത നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ പെയ്ഡ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 799 രൂപ മാത്രമാണ് ഒരു മാസത്തേക്ക് ഫീസായിട്ട് വരുന്നത്. പരിമിതമായ സമയത്തേക്ക് മാത്രമായിരിക്കും ഈ ഓഫർ ഉണ്ടാവുക. അതുകൊണ്ട് സ്റ്റുഡൻസ് എല്ലാവരും ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ഇന്നലെയായിരുന്നു സെബിയുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള ആദ്യ ബോർഡ് മീറ്റിംഗ് കൂടിയായിരുന്നു ഇത്. സെബിയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്കാണ്. ബിസിനസ് മെച്ചപ്പെടുന്നതിനായി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനും മർച്ചന്റ് ബാങ്കുകൾക്കുമായുള്ള നിയമങ്ങൾ സെബി ഇളവ് വരുത്തിയിരിക്കുന്നു. FPIsന്റെ വെളിപ്പെടുത്തൽ പരിധി ഇപ്പോൾ 50,000 കോടിയാണ്. മുൻപ് അത് 25,000 കോടി രൂപയായിരുന്നു. താൽപര്യ വൈരുദ്ധ്യങ്ങൾ, വെളിപ്പെടുത്തൽ, ഭരണം എന്നിവയിൽ നിന്നുമുള്ള വ്യവസ്ഥകൾ അവലോകനം ചെയ്യുന്നതിനായി സെബി ഒരു HLC രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ക്യാഷ് ഇക്വിറ്റി ട്രേഡിംഗ് വോളിയത്തിൽ നല്ലൊരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2003-നും ഫിനാൻഷ്യൽ ഇയർ 2025-നും ഇടയിൽ ട്രേഡിംഗ് വോളിയം ഇരട്ടിയിലധികമായി എന്നാണ് സെബി പറയുന്നത്. ഏതായാലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ നോംസിൽ ഇളവ് വരുത്തിയത് അവരുടെ പാർട്ടിസിപ്പേഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ വർദ്ധിപ്പിക്കാനുള്ള കാരണമാകും. മാർക്കറ്റ് ഇപ്പോൾ തിരിച്ചുവരവിന്റെ ഒരു പാതയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ FPIsന്റെ നോംസിൽ ഒരു ഇളവ് വരുത്തിയത് അവരുടെ പാർട്ടിസിപ്പേഷൻ വർദ്ധിക്കാനുള്ള കാരണമാകും. ഇതുവഴി മാർക്കറ്റിന്റെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനും മാർക്കറ്റിന് ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം HCL ടെക്നോളജീസ്. സാമ്പത്തിക സേവന വ്യവസായത്തിൽ നൂതനവും പരിവർത്തനവുപരമായ നയങ്ങൾ കൊണ്ടുവരാനായി വെസ്റ്റേൺ യൂണിയനുമായി ഒരു പങ്കാളിത്തത്തിൽ HCL ടെക്നോളജീസ് ഏർപ്പെട്ട് കഴിഞ്ഞു. അടുത്തത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന കമ്പനി. പബ്ലിക് സെക്ടർ കമ്പനിയായ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ QIP മാർച്ച് 24-ന് ആരംഭിച്ചിരിക്കുന്നു. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 42.62 രൂപയാണ്. അടുത്തത് പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്ക് ആണ്. കമ്പനിയും QIP ആരംഭിച്ചിരിക്കുന്നു. മാർച്ച് 24-ന് തന്നെയാണ് QIP ആരംഭിച്ചത്. ഫ്ലോർ പ്രൈസ് 40.38 രൂപയാണ്. അടുത്തത് RVNL ആണ്. സെൻട്രൽ റെയിൽവേയിൽ നിന്നും കമ്പനിക്ക് ഒരു പ്രൊജക്ട് ലഭിച്ചിരിക്കുന്നു. 115.79 കോടി രൂപയുടേതാണ് പ്രൊജക്ട്. അടുത്ത ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന കമ്പനിയാണ്. ഹാംബർഗിൽ തങ്ങളുടെ 7ാമത്തെയും 8ാമത്തെയും വിവിധോദ്ദേശ കപ്പൽശാലകൾ നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി ജർമ്മനിയുടെ കാസ്റ്റൻ റെഹ്ഡറുമായി ഒരു കരാറിൽ കമ്പനി ഏർപ്പെട്ടിരിക്കുന്നു. അടുത്ത ബ്രിഗേഡ് എന്റർപ്രൈസസ് എന്ന കമ്പനി. റിയൽ എസ്റ്റേറ്റ് കമ്പനി ഈസ്റ്റ് ബാംഗ്ലൂരുവിൽ 4.4 ഏക്കർ ഭൂമി വാങ്ങി 950 കോടി രൂപയുടെ പുതിയൊരു റെസിഡൻഷ്യൽ പ്രൊജക്ട് നിർമ്മിക്കുക എന്നതാണ് ഉദ്ദേശം. അടുത്തത് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ആണ്. ഇന്ത്യയിലെ ചാർട്ടർ ഏവിയേഷൻ വ്യവസായത്തിലെ പ്രധാന പങ്കാളിയായ
ബിഗ് ചാർട്ടേഡിൻ്റെ 49% ഓഹരികൾ വാങ്ങാൻ കമ്പനിക്ക് ബോർഡ് അംഗീകാരം നൽകി. ഇനി മറ്റൊരു കാര്യമുള്ളത്, രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. മാർക്കറ്റ് ഇപ്പോൾ തിരിച്ചു കയറുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള ഒത്തിരിയേറെ എഡ്യൂക്കേഷൻ വ്യൂസ് നമ്മൾ അവിടെ നൽകാറുണ്ട്. അതിൻ്റെ എല്ലാം അപ്ഡേറ്റ്സ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലും കൊടുക്കാറുണ്ട്. നൽകുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുള്ളതാണ്. എന്നിട്ട് സ്റ്റുഡൻസിന് നല്ല ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ മാത്രം ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ഒരു മാസത്തേക്ക് 799 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. മറ്റൊരു സ്റ്റോക്ക് ന്യൂസ് ഉള്ളത് KNR ഹീറ്റ് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ സബ്സിഡറി ഇപ്പോൾ ഓയിൽ കൂളർ റേഡിയേറ്ററുകളുടെ ഇന്ത്യൻ റെയിൽവേയുടെ അംഗീകൃത വെണ്ടറാണ്. അടുത്തത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് ആണ്. ഇന്ററിം ഡിവിഡന്റ് പ്രഖ്യാപിക്കുന്നതിനായി മാർച്ച് 27 ബോർഡ് യോഗം ചേരും. അടുത്തത് matrimony.com ആണ്. സ്പെഷ്യൽ ഇന്ററിം ഡിവിഡന്റായി കമ്പനി 5 രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നു. റെക്കോർഡ് ഡേറ്റ് മാർച്ച് 28 ആണ്. ഇന്ന് F&A സെഗ്മെന്റിൽ ബാൻ ആയ സ്റ്റോക്ക് ഇൻഡസിൻഡ് ബാങ്ക് മാത്രമാണ്. അടുത്തത് FIDA ആക്ടിവിറ്റിയാണ്. 3056 കോടി രൂപയ്ക്ക് FIS ഇന്നലെ ബൈ ചെയ്തിരിക്കുന്നു. DIS ആവട്ടെ 99 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്തിരിക്കുന്നത്. FISന്റെ ബൈയിങ്ങിൽ ഒരു കൺസിസ്റ്റൻസി കാണുന്നത് വളരെ പോസിറ്റീവായി തന്നെ കാണാം. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ പ്രതീക്ഷിച്ചതിലും കുറച്ച് സോഫ്റ്റ് ആണ് എന്ന് നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നതിനാൽ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ചെറിയ നേട്ടത്തിലാണുള്ളത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1% മുകളിൽ നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.64% നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് 0.24% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,756 എന്ന നിലയിൽ. ഇപ്പോൾ ഇന്ത്യൻ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 50 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനൊക്കെ സാധ്യതയുണ്ട്. ഓയിൽ പ്രൈസുകളിലേക്ക് വെനിസ്വേലയിൽ നിന്നും എണ്ണയും വാതകവും വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 25% തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതോടെ തിങ്കളാഴ്ച എണ്ണ വില ഏകദേശം 1% ഉയരുകയുണ്ടായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $72.39 പെർ ബാരൽ എന്ന നിലയിൽ 0.06% ഇടിവിലാണ്. WTI ഉള്ളത് $68.12 പെർ ബാരൽ എന്ന നിലയിൽ 0.01% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഗംഭീര റിക്കവറി തന്നെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഇന്നത്തെ ട്രേഡിലേക്ക് പോകുന്നതിന് മുൻപ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ഇന്നലത്തെ നിഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 23,400 200 EMA ഉള്ളത്. ഓപ്പണിംഗിൽ തന്നെ ആ ലെവൽ ക്രോസ് ചെയ്തിരുന്നു. ഇതോടെ നിഫ്റ്റി 10, 20, 50, 100, 200 EMAക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു സ്ട്രെങ്തോട് കൂടിയാണ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത്. ഇനി നമ്മൾ പ്രത്യേകം അപ്സൈഡിൽ ശ്രദ്ധിക്കേണ്ടത് 23,760 ആണ്. ഫെബ്രുവരി മാസത്തെ ഹൈ ഈ ഒരു ലെവലിലായിരുന്നു. അവിടെ നിന്നുമാണ് ഒരു പുൾ ബാക്ക് നിഫ്റ്റിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സെഷനുകളിൽ ഈ ഒരു ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ 23,750 മുതൽ 23,800 വരെയുള്ള ഒരു ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 24,000 എത്താനുള്ള സാധ്യതയുമുണ്ട്. നിഫ്റ്റി കേവലം ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് 8% നേട്ടമുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പുൾ ബാക്ക് ഒക്കെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ നിഫ്റ്റിയിലെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000, അതിനുശേഷം 24,500 സ്ട്രൈക്കും അതിനുശേഷം 24,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,500, അതിനുശേഷം 23,000 സ്ട്രൈക്ക്, അതിനുശേഷം 23,300 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,300ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 23,650 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 4,393% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് പുട്ട് സൈഡിൽ കാണാം. കോൾ സൈഡിൽ വെറും 6% ഇടിവാണ് കാണുന്നത്, ഒരു ഷോർട്ട് കവറിംഗ് ആണ്. 23,600 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 1,137% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 56% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് കോൾ സൈഡിൽ കാണാം. 23,700 സ്ട്രൈക്കിൽ വീണ്ടും ഒരു ഇടിവ് തന്നെയാണ് കോൾ സൈഡിലുള്ളത്. 21% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് വീണ്ടും കാണുന്നു. എന്നാൽ പുട്ട് സൈഡിൽ 1,222% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് പുട്ട് സൈഡിൽ കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,705-ൽ 1,111 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്സൈഡിൽ ഇനി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് 52,500 മുതൽ 52,600 വരെയുള്ള ലെവലായിരിക്കും. അപ്സൈഡിലെ ഒരു സ്ലോപ്പിംഗ് റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനും
കൂടാതെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയയും കൂടി ഉള്ള ഒരു ലെവൽ തന്നെയാണ് ഈ ഒരു സോൺ. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഇത്തരത്തിലുള്ള നല്ല ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒരു ഫോൾ വരാനുള്ള സാധ്യതകളും ഇത്തരത്തിലുള്ള നല്ല അപ്പ് മൂവിന് ഫോളുകൾ വരാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലും പുട്ട് സൈഡിലും സ്ട്രൈക്കുകളിലേക്കാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 53,000 അതിനുശേഷം 54,000 സ്ട്രൈക്കിലും അതിനുശേഷം 52,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 50,000 സ്ട്രൈക്കും അതിനുശേഷം 51,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 53,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000-ഉമാണ്. ഇന്ത്യ വിക്സ് ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 13.70 എന്ന നിലയിൽ 8.95% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.